ഹലോ, വെരി ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ മാർച്ച് 11 ചൊവ്വ, കുംഭം 27. അപ്പൊ എല്ലാ പ്രേക്ഷകരെയും ഒരുപാട് സന്തോഷത്തോടെ നല്ല എനർജിയോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ വാർത്താ ദിനത്തിലേക്ക്. അതെ, ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇന്ന് മാർച്ച് 11, അത് 2020 മാർച്ച് 11 കോവിഡിനെ ഒരു മഹാമാരിയായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത്. രണ്ട്, ഇന്ന് ലോക പ്ലംബിംഗ് ഡേ ആണ്. കാരണം പൊതുജനാരോഗ്യത്തിനും നമ്മുടെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഒക്കെ ഈ പ്ലംബേഴ്സിന്റെ റോള്, അവരാണ് കൃത്യമായി നമുക്ക് വാട്ടർ സപ്ലൈ ഉറപ്പാക്കുന്നത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള കാര്യങ്ങളിലുള്ള ഇതെങ്ങനെയാണ് ഈ വെള്ളം പോകുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് പ്ലംബേഴ്സാണ്. അപ്പോൾ നമുക്കറിയാം അവരെത്രത്തോളമാണ് നമ്മുടെ പൊതുജനാരോഗ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കുന്നതെന്ന്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ലോക പ്ലംബിംഗ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ദിലീപ് PC ആണ് ഈ രണ്ട് മെസ്സേജ് വായിച്ച ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം നമ്മളോട് പറഞ്ഞതെന്ന്. അപ്പോൾ എല്ലാവരും ചാടി എഴുന്നേൽക്കുക, നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരിക, വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുക. നിങ്ങളുടെ ബർത്ത്ഡേസ് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറയുക, 6:30 മുമ്പ് തന്നെ പറയുക, അല്ലെങ്കിൽ ലേറ്റ് ആയാൽ കാർഡ് റെഡി ആവില്ല. അപ്പോൾ നമ്മളങ്ങ് തുടങ്ങുകയാണ്. വെൽക്കം. ഒരിക്കൽ കൂടി വൈകി വന്ന പ്രേക്ഷകരെ നമ്മൾ വീണ്ടും വെൽക്കം ചെയ്യുകയാണ് നമ്മുടെ മോർണിംഗ് വാക്കിലേക്ക്. ഇനിയും ഒരുപാട് പ്രേക്ഷകർ ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുപാട് വാർത്തകൾ പറയാനുണ്ട്, വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകരെ അറിയിക്കാം അല്ലേ? കരൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ്. ഒരുപാട് പേര് ഇവിടെ നടക്കാൻ വരുന്നുണ്ട്. കാരണം ഇത്രയധികം ആളുകൾ ആരോഗ്യ സംരക്ഷണത്തിൽ ഉത്തരവാദിത്വം കാണിക്കുന്നത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ പല പ്രായത്തിലുള്ളവർ നമ്മൾ വരുമ്പോൾ തന്നെ, എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂറായി നമ്മളിവിടെ എത്തിയിട്ട്. അപ്പോൾ തന്നെ അതിനു മുൻപൊക്കെ ഇവിടെ നടക്കാൻ വരുന്നവരുണ്ട്. എന്തായാലും കേരളം ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു ചുവട് മുന്നിലാണെന്ന് കാണിക്കുന്ന ഒരു രംഗമാണ്. രാവിലെ തന്നെ ഇവിടെ കടകളൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ വിശേഷങ്ങളിലേക്കും വരാം. അതിനു മുൻപ് ആദ്യത്തെ വാർത്തയിലേക്ക് പോവുകയാണ്. ആദ്യം നമ്മൾ പോകുന്നത് ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടിലേക്കാണ്. ആശാ വർക്കേഴ്സിന്റെ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 30 ദിവസം തികയുകയാണ്. ആദ്യം സർക്കാർ ഇതിനെ അവഗണിച്ചുവെങ്കിലും ചില ആവശ്യങ്ങളെങ്കിലും സർക്കാരിന് പിന്നീട് അവഗണിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ സമരം കൂടുതൽ കടുപ്പിക്കാനും അടുത്ത ഘട്ടത്തിലേക്കും കടക്കാൻ പോവുകയാണ് എന്നുമാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. ആ റിപ്പോർട്ട് കാണാം. ഫെബ്രുവരി 10 മകരമാസത്തിന്റെ അവസാന ദിനങ്ങൾ. ചുട്ടുപൊള്ളുന്ന കുമ്പച്ചൂടിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ തുടങ്ങിയതാണ് സമരം. പൊരിവെയിലിന് തളർത്താൻ കഴിയാത്ത സമരത്തിന് ഇന്ന് പ്രായം 30 ദിവസം. സമീപകാല കേരള ചരിത്രത്തിൽ പ്രതിപക്ഷത്തിന് പോലും സാധ്യമാകാതിരുന്ന സമരം. ഇതിനിടയിൽ പരിഹാസങ്ങളേറെ കേട്ടു. അശ്ലീല പരാമർശങ്ങളും സ്ത്രീവിരുദ്ധ പ്രസംഗങ്ങളും സമരത്തിനെതിരെയുണ്ടായി. വെയിലിനിടയിൽ മഴയെത്തിയൊരു ദിവസം. ആ മഴയും അവർക്ക് ആശ്വാസം പകർന്നില്ല. സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ അന്നവരാ മഴ മുഴുവൻ നനഞ്ഞു. ഇച്ഛാശക്തിയുള്ള സമരത്തെ തോൽപ്പിക്കാനായില്ല. കുടുംബസംഗമം, ആശാ വർക്കേഴ്സിന്റെ മഹാസംഗമം, NHMലേക്കുള്ള മാർച്ച്, നിയമസഭാ മാർച്ച്, താരതമ്യേന ശക്തി കുറഞ്ഞൊരു സംഘടനയ്ക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും ഇതിനിടയിൽ സംഘടിപ്പിച്ചു. മാസം 1 പിന്നിടുമ്പോൾ സമരത്തിന്റെ 2ാം ഘട്ട പ്രഖ്യാപനം. നമ്മുടെ സർക്കാർ ഈ സമരത്തോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഈ സമരസമിതിയെ വിളിച്ച് ചർച്ച ചെയ്യുവാനോ നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകളെ കുറിച്ച് ചർച്ച ചെയ്യുവാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉയർന്ന സമര രീതികളിലേക്ക് പോകേണ്ടുന്നതുണ്ട്. സമരത്തിനിടയിൽ ഒരിക്കൽ പോലും അക്രമങ്ങളുണ്ടായില്ല. സമരത്തെ അനുകൂലിച്ചു നടത്തിയ അക്രമങ്ങളെ അപലപിച്ചു. എന്നിട്ടും കണ്ണു തുറക്കാത്ത സർക്കാരിന് മുൻപിൽ 2ാം ഘട്ട സമരത്തിൽ അല്പം നിയമലംഘനം. മാർച്ച് 17 നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം സംഘർഷഭരിതമായിരിക്കും. ഓണറേറിയം കുടിശ്ശിക തീർത്തതും മാനദണ്ഡങ്ങൾ പിൻവലിച്ചതും സമരത്തിന്റെ വിജയം. ശമ്പള വർധനവും വിരമിക്കലാനുകൂല്യവും അനുവദിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സമരം തുടരുന്നത്. കുറച്ചധികം വനിതകൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടങ്ങിയിട്ട് മാസം 1 തുടരെയുള്ള അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലും. മനസാക്ഷിയില്ലാത്ത സർക്കാരെന്ന ഈ ആശമാരുടെ ആരോപണത്തിന് ശക്തി വർദ്ധിക്കുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. അപ്പോൾ ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട വാർത്ത അതാണ്. കൊല്ലത്ത് CPIM സംസ്ഥാന സമ്മേളനം സമാപിച്ചു കഴിഞ്ഞ് അതിലെടുത്ത ചില തീരുമാനങ്ങൾ, പ്രത്യേകിച്ച് സംസ്ഥാന സമിതിയിലെ അംഗത്വവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലെ അതിൻ്റെ പ്രതികരണമായി ഉണ്ടാകുന്ന ചില അനുരണനങ്ങൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വാർത്തയിലേക്കാണ്. വീണ ജോർജിനെ CPIM സംസ്ഥാന സമിതിയിലെടുത്തതിൽ മുതിർന്ന നേതാവ് M പത്മകുമാർ ഇടഞ്ഞു നിൽക്കെ നാളെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരും. നാളത്തെ യോഗത്തിൽ പത്മകുമാറിനെതിരെയുള്ള നടപടി ഉണ്ടായേക്കും. കമ്മിറ്റിയിൽ സംസ്ഥാന നേതാക്കൾ അടക്കം പങ്കെടുക്കും.
സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിഷയം ചർച്ച ചെയ്യും എന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം. പാർട്ടി നടപടിയെടുക്കട്ടെ എന്ന് M പത്മകുമാർ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് സാധ്യത. ജില്ലയിലെ നേതാക്കൾ ആരും പിന്തുണയ്ക്കില്ല, അർഹമായ പരിഗണന നൽകിയിട്ടുണ്ട് എന്ന നിലപാടാണ് നേതാക്കൾക്ക്. കഴിഞ്ഞ ദിവസം പത്മകുമാറുമായി വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ BJP നേതാക്കളുടെ പ്രതികരണം ഇന്നുണ്ടാകും. അപ്പോൾ M പത്മകുമാറുമായി BJP ചർച്ച നടത്തി, അല്ലെങ്കിൽ ഒരു കൂടിക്കാഴ്ച നടത്തി. അതൊരു ചർച്ചയായിരുന്നോ, അതിന്റെ ഭാഗമായി എന്തൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ ഇന്ന് നമുക്കറിയാം. വീണ്ടും നമ്മൾ പോകുന്നത് CPIM-മായി ബന്ധപ്പെട്ട വാർത്തയാണ്. പൊളിറ്റ് ബ്യൂറോയുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ഡൽഹിയിൽ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന 24ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്റെ കരട് തയ്യാറാക്കലാണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടന്ന വിവിധ സംസ്ഥാന സമ്മേളനങ്ങളുടെ വിലയിരുത്തലും യോഗത്തിലുണ്ടാകും. കേരളം, പശ്ചിമ ബംഗാൾ തുടങ്ങി പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സംസ്ഥാന സമ്മേളനം മികച്ച രീതിയിലാണ് നടന്നത് എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കേരള ഘടകത്തിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങൾ പോളിറ്റ് ബ്യൂറോ ചർച്ച ചെയ്യില്ല എന്ന് കേന്ദ്ര നേതാക്കൾ അറിയിച്ചു. ഈ മാസം 22, 23 തീയതികളിലായി ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാകും കരട് സംഘടനാ റിപ്പോർട്ടിന് അംഗീകാരം നൽകും. CPI-യുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ് നമ്മൾ വയനാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വയനാട്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും അപരിഹാര്യമായി നിൽക്കുകയാണ്. അപ്പോൾ ആ പുനരധിവാസം വൈകുന്നത് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാനാണ് നീക്കം. പ്രതിപക്ഷത്തു നിന്ന് T. സിദ്ദിഖ് MLA ആകും നോട്ടീസ് നൽകുക. സർക്കാർ വീഴ്ചയാണ് പുനരധിവാസം വൈകുന്നതിനുള്ള കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ കുറ്റപ്പെടുത്തൽ. കടൽ മണൽ ഖനനവും വന്യജീവി ആക്രമണവും സംബന്ധിച്ച ചോദ്യങ്ങളും ഇന്ന് സഭയുടെ മുന്നിലെത്തും. ബജറ്റിന്മേലുള്ള ധനാഭ്യർത്ഥന ചർച്ച തുടരും. മന്ത്രി വീണ ജോർജിനെതിരെ ആശമാരുടെ ഓണറേറിയം സംബന്ധിച്ച് നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് കാട്ടി അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകാനും പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. സിക്കിം സർക്കാർ നൽകുന്ന ഓണറേറിയം സംബന്ധിച്ച് തെറ്റായ വിവരം നിയമസഭയിൽ പറഞ്ഞുവെന്നാണ് മന്ത്രിക്കെതിരായ പ്രധാന ആരോപണം. അപ്പോൾ അതങ്ങനെയാണെന്നിരിക്കെ ഇനി UDF-ൽ നിന്നുള്ള വാർത്തകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. UDF ഘടകകക്ഷികളുമായി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നടത്തുന്ന കൂടിക്കാഴ്ച ഇന്നും തുടരും. RSP, മുസ്ലിം ലീഗ് കക്ഷികളുമായാണ് ഇന്നത്തെ കൂടിക്കാഴ്ച. RSPയുമായി രാവിലെ 10:30 മുസ്ലിം ലീഗുമായി ഉച്ചയ്ക്ക് ശേഷമാകും കൂടിക്കാഴ്ച നടത്തുക. നേരത്തെ കോൺഗ്രസിലുണ്ടായ പടലപ്പിണക്കങ്ങളിൽ ലീഗ് ആശങ്ക രേഖപ്പെടുത്തുകയും ഹൈക്കമാൻഡുമായി ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നലെ നടന്ന കൂടിക്കാഴ്ചകളിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഐക്യം രൂപപ്പെട്ടതായി ദീപാദാസ് മുൻഷി ഘടകകക്ഷികളെ അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നൊരുക്കവും കൂടിക്കാഴ്ചകളിൽ ചർച്ചയായി. ഇത്തവണ സീറ്റ് വിഭജനം നേരത്തെ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസിനോട് ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. UDF-ന്റെ അടിത്തറ കൂടുതൽ ശക്തമാക്കണമെന്ന ആവശ്യവും ചില ഘടകകക്ഷികൾ ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അത് ഇടുക്കിയിൽ നിന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ ദിവസം 24 തന്നെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട നമ്മൾ ഈ നിയമലംഘനങ്ങളെയൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇടുക്കി പരുന്തുംപാറയിലേക്കാണ് നമ്മളിനി പോകുന്നത്. കയ്യേറ്റ ഭൂമിയിൽ ഇന്ന് റവന്യൂ വകുപ്പ് ഡിജിറ്റൽ സർവേ തുടങ്ങുന്നുണ്ട്. മഞ്ചുമല, പീരുമേട് വില്ലേജുകളിലാണ് സർവേ നടക്കുക. മേഖലയിലെ സർക്കാർ ഭൂമി അളന്നു തിട്ടപ്പെടുത്തുകയും ചെയ്യും. വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയനാണ് ചേരുന്നത്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മേഖലയിൽ ഒരുപാട് മുന്നേറ്റം നടത്തുമ്പോൾ നമ്മുടെ സർവേകളും ഡിജിറ്റൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കയ്യേറ്റ ഭൂമിയൊക്കെ കണ്ടെത്താനുള്ള ആ ഒരു കാര്യത്തിനും നമ്മൾ ഡിജിറ്റൽ സർവേയെ ആശ്രയിക്കുന്നുണ്ട്. ഇന്ന് എവിടെയൊക്കെയാണ് സർവേ നടക്കുന്നത്? ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? കൃഷിന മഞ്ചുമല വില്ലേജിലെ 441 സർവേ നമ്പർ, അതുപോലെ തന്നെ പീരുമേട് വില്ലേജിലെ 534 സർവേ നമ്പറുകളിൽപ്പെടുന്ന സ്ഥലത്താണ് വിശദമായ പരിശോധന ഇന്ന് നടക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ചിട്ടുള്ള അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഈ സർവേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇവിടെയുള്ള രേഖകളെല്ലാം തന്നെ അനധികൃതമായി കയ്യേറിയിരിക്കുന്നതിന്റെ രേഖകളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. പീരുമേട് വില്ലേജിലെ സർവേ നമ്പർ ഉപയോഗിച്ച് മഞ്ചുമല താലൂക്കിൽ അതേ സ്ഥലത്ത് തന്നെ അതേപോലെ സ്ഥലമുണ്ടാക്കി അവിടെയാണ് ഈ കയ്യേറ്റങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അതായത് സർക്കാർ ഭൂമി കയ്യേറാൻ മറ്റൊരു വില്ലേജിലെ തന്റെ പേരും സർവേ നമ്പറും ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ഷേപം നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് ശരിയാണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഈ പ്രത്യേക സർവേ സംഘത്തിന്റെ പരിശോധന. അതിനുവേണ്ടി പ്രത്യേക സംഘത്തെ കളക്ടർ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 3 ടീമുകളായിട്ടാണ്
ഇന്ന് ഈ മഞ്ജുമല വില്ലേജിലെ ഈ ഡിജിറ്റൽ സർവേ നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മഞ്ജുമല വില്ലേജിൽ 441 സർവേ നമ്പറിൽ പെടുന്ന സ്ഥലത്ത് ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി സജിത്ത് ജോസഫ് അനധികൃതമായി നിർമ്മിച്ച കുരിശ് പൊളിച്ചിരുന്നു. മാത്രമല്ല അതിനോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന റിസോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപം ഒക്കെ നിലനിൽക്കുന്നതാണ്. ഇതുൾപ്പെടെ സർക്കാർ ഭൂമിയിലാണ് എന്ന് സ്ഥിരീകരിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വേണ്ടി ഈ സർവേ നടപടികൾ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ രേഖകളുടെ പരിശോധനയും പുരോഗമിക്കും. മാത്രമല്ല കളക്ടർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും അന്വേഷണ സംഘത്തോട് റിപ്പോർട്ടായി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റവന്യൂ മന്ത്രിയും ഈ വിഷയത്തിൽ പരുന്തുംപാറ വിഷയത്തിൽ ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് പൂർത്തീകരിച്ച് സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ശരി, രാഹുൽ വിജയനാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. മനുഷ്യരുടെ കേസിൽ നമ്മൾ കുമ്പിടിന്ന് കേട്ടിട്ടുണ്ട്, അവിടെയും കണ്ടു ഇവിടെയും കണ്ടു എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലം അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ സ്ഥലം ശരിക്കും എവിടെയാണ്, ഇത് സർക്കാർ ഭൂമിയാണോ, ഇതിൽ കയ്യേറ്റം നടന്നിട്ടുണ്ടോ, ഇതൊക്കെ കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഡിജിറ്റൽ സർവേ നടത്തുന്നത്. പീരുമേട് മാത്രമല്ല നിയമലംഘനം നടത്തി അതിലിനി മറ്റൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ അവിടെ കുരിശ് നാട്ടിക്കൊണ്ടുള്ള മറ്റൊരു നാടകമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും നമ്മുടെ ദൃശ്യങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ മുൻപ് തന്നെ ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തെളിവ് സഹിതമാണ് നമ്മൾ ആ വാർത്ത നൽകിയത്. അതുകൊണ്ടാണ് അത് പൊളിച്ചു മാറ്റാനുള്ള നടപടികളിലേക്കൊക്കെ ഇന്നലെ അധികൃതർ കടന്നത്. അതെ, പാവം കർത്താവ്. ഇപ്പം നമ്മൾ അടുത്തൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം വന്നിരുന്ന അതായത് ഒരു ആത്മഹത്യാശ്രമ വാർത്ത, അത് വ്യാജ പ്രചാരണമാണ് എന്നുള്ള ആ വ്യക്തി തന്നെ പറഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഗായിക കൽപ്പന രാഘവേന്ദർ താൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടില്ലെന്നും അവർ പറഞ്ഞു. ഉറങ്ങാനായി അമിതമായി ഗുളിക കഴിച്ചതാണെന്നും ഭർത്താവുമായി ഒരു പ്രശ്നവുമില്ലെന്നും കൽപ്പന പറഞ്ഞു. വ്യാജ വാർത്ത നൽകിയവർക്കെതിരെ കേരളത്തിലെത്തി പരാതി നൽകുമെന്നും ഗായിക കൂട്ടിച്ചേർത്തു. ദിവസങ്ങൾക്ക് മുൻപാണ് കുടുംബ വഴക്കിനെ തുടർന്ന് ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായി വാർത്ത പരന്നത്. ഹൈദരാബാദിലെ വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട സുരക്ഷാ ജീവനക്കാരൻ പോലീസിനെ വിവരമറിയിച്ചെന്നും അന്വേഷണത്തിൽ നടിയെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയെന്നുമായിരുന്നു വിവരം. എന്നാൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്ത പാടെ തള്ളുകയാണ് കൽപ്പന രാഘവേന്ദർ. തനിക്ക് ഉറക്കമില്ലായ്മയുണ്ട്, ഉറങ്ങാനായി അമിതമായി ഗുളിക കഴിച്ചതാണ് അബോധാവസ്ഥയിൽ എത്തിച്ചത്. ഭർത്താവും മകളുമായി യാതൊരു പ്രശ്നവുമില്ല. ഹീനമായ വ്യക്തിഹത്യയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുന്നത്. Please don't throw stones at a person's personal life and family. Please don't bring anybody's family members into the scene. This is very, very hurting and this is very wrong. തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചവർക്കെതിരെ കേരളത്തിലടക്കം പരാതി നൽകാനാണ് കൽപ്പനയുടെ നീക്കം. 24 ചെന്നൈ. അപ്പോൾ കൽപ്പന രാഘവേന്ദ്ര തന്നെ ഈ കാര്യവുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണവുമായി വന്നപ്പോൾ നമുക്ക് അതിലൊക്കെ ഒരു വ്യക്തത വരുന്നുണ്ട്. കൽപ്പന മുൻപ് മകളുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, ഭർത്താവുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ മകൾ പറയുന്നുണ്ടായിരുന്നു, അമ്മ അധികമായി ഉറക്ക ഗുളിക കഴിച്ചത് ഉറങ്ങാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മരുന്നിൻ്റെ അളവ് തെറ്റിപ്പോയതായിരിക്കാം എന്ന് തന്നെ മകൾ തന്നെ അന്ന് പറഞ്ഞതാണ്. പക്ഷേ അതിനിടെ സോഷ്യൽ മീഡിയയിൽ ഒരു കുറവുമില്ലാണ്ട് വ്യാജ പ്രചാരണങ്ങൾ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും കൽപ്പന തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതിൽ നമുക്കും സന്തോഷം. നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അപ്പുറത്തെ വീടിന്റെ കിളിവാതിലിലൂടെ നടക്കുന്നത് എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര എപ്പോഴും അതൊരു മനുഷ്യ സഹജമായിട്ട് അത് തുടരുകയാണ്. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കി അതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതിന് ശേഷം ആവട്ടെ നമ്മൾ മറ്റുള്ളവരുടെ ജാലകവാതിലിലൂടെ ഒളിഞ്ഞു നോക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ഇനി നമ്മൾ പോകേണ്ടത് ചോദ്യപേപ്പർ ചോർച്ചാ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ്. ആ കേസിൽ മുഖ്യപ്രതിയായ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. 4ാം പ്രതി സ്കൂൾ ജീവനക്കാരൻ അബ്ദുൾ നാസറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച അപേക്ഷയും താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. വിവരങ്ങളുമായി മിഥില ബാലാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ചോദ്യപേപ്പർ ചോർച്ച കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതിയുടെ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും പരിഗണിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിലേക്ക് എത്തുന്നത്? ഗുഡ് മോർണിംഗ് പ്രവിത ആൻഡ് ക്രിസ്റ്റീന. ഇന്ന് ഈ ഒരു കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. മാത്രമല്ല ജാമ്യാപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. താമരശ്ശേരി കോടതിയാണ് ഇത് രണ്ടും പരിഗണിക്കുന്നത്. ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിക്കാൻ പോകുന്നത് കാരണം നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഷുഹൈബ് ഹാജരായിരുന്ന സമയത്തും പിന്നീട് കഴിഞ്ഞ ദിവസം കീഴടങ്ങിയ സമയത്തും അതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിലും ഒന്നും തന്നെ ഈ ക്രൈംബ്രാഞ്ചിനോട് ഷുഹൈബ് നല്ല രീതിയിൽ സഹകരിച്ചിരുന്നില്ല.
കൂടുതൽ വിവരങ്ങൾ ഇനിയും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടായിരിക്കുള്ള ഒരു പോലീസ് റിപ്പോർട്ടായിരിക്കും കോടതിയിൽ ഇന്ന് അന്വേഷണ സംഘം സമർപ്പിക്കുക. മാത്രമല്ല കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കുന്നുണ്ട്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം, ഈ കേസ് അന്വേഷണത്തിനോട് ഈ ഷുഹൈബ് സഹകരിക്കാത്ത സാഹചര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്, ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ 5 ദിവസം കസ്റ്റഡിയിൽ വേണം എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടുള്ളത്. ആ ഒരു അപേക്ഷയും താമരശ്ശേരി കോടതി ഇന്ന് പരിഗണിക്കും. മറ്റൊന്ന്, ഈ കേസിലെ 4ാം പ്രതി അബ്ദുൾ നാസർ. ഈ അബ്ദുൾ നാസർ വഴിയാണ് ചോദ്യപേപ്പർ ഈ MS സൊല്യൂഷൻസിലെ അധ്യാപകർക്ക് കയ്യിലെത്തിയത്. അത് എങ്ങനെ അബ്ദുൾ നാസറിന് കിട്ടി എന്നതുൾപ്പെടെ ഈ ഒരു അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അബ്ദുൾ നാസറിൻ്റെ കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും 11 മണിക്കായിരിക്കും ഈ ഒരു കേസ് കോടതി പരിഗണിക്കുക. ഈ 2 കാര്യങ്ങളും, അതായത് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് ക്രൈംബ്രാഞ്ച് നൽകുന്ന റിപ്പോർട്ട്, ഒപ്പം തന്നെ ഷുഹൈബിനെ കസ്റ്റഡിയിൽ ലഭിക്കുക, ഒപ്പം തന്നെ അബ്ദുൾ നാസറിനെയും കസ്റ്റഡിയിൽ ലഭിക്കുക, ഇതെല്ലാം തന്നെ ഈ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളാണ്. പോലീസ് അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഘടകങ്ങൾ തന്നെയായിരിക്കും. ക്രിസ്റ്റീന, പ്രവിത. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഇന്ന് കോടതിയിൽ എന്തൊക്കെ സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 19 ആയിട്ടുണ്ട്. കൂടുതൽ പ്രേക്ഷകർ നമ്മളോടൊപ്പം ഇങ്ങനെ ജോയിൻ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് പേര് ബർത്ത്ഡേ പറയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കാർഡൊക്കെ റെഡി ആവുന്നുണ്ട്. ഒരുമിച്ച് ബർത്ത്ഡേ വിഷ് പറയാം. അപ്പം നേരത്തെ നിങ്ങൾ ബർത്ത്ഡേ വിഷ് ചെയ്യാനുള്ള ആൾക്കാർ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അത് കൊടുക്കാനൊക്കെ എളുപ്പമാണ്. കാരണം കാർഡൊക്കെ റെഡിയാക്കണ്ടേ, അതുകൊണ്ടാണ്. അതിപ്പോൾ 6:45 വന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ 2 പേരുടെ ബർത്ത്ഡേ ഉണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞതുകൊണ്ട് കാർഡ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. ഒന്ന് നമ്മുടെ ഓഡിയോയിലെ സൗണ്ട് എഞ്ചിനീയറായ ജിജോ റോബിനാണ്. അപ്പോൾ ജിജോ ഒരു ഗായകനും ഗിറ്റാറിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ജിജോയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ജിജോ. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസർ, പ്രേക്ഷകർക്ക് എല്ലാം അറിയാം, വിശ്വവിഖ്യാതനായ പ്രൊഡ്യൂസർ സനൂപ് KVയുടെ മകൾ തന്നു മിടുക്കിയായ ഒരു ഡാൻസറാണ്. അതുപോലെ തന്നെ നല്ല പഠിക്കാനൊക്കെ നല്ല മിടുക്കിയായിട്ട് ഓൾറൗണ്ടറാണ്. കുട്ടിയാണ്. തന്നുവിന്റെ ബർത്ത്ഡേ എന്നാണ്. അപ്പൊ തന്നുകുട്ട ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ ഇത് കൂടാതെ നമുക്കിനി മറ്റ് ബർത്ത്ഡേ വിഷസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ കാർഡ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ ബർത്ത്ഡേ വിഷിലേക്ക് വരാം. എന്തെങ്കിലും കമന്റുകൾ ഉണ്ടോ? കമന്റ് ബോക്സ് 2 പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുവെന്ന് മിനി ചേച്ചി പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ ക്രിസ്റ്റി ആൻഡ് പ്രവി, ഐ എം ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ ടുഡേ ഫോർ എ സർജറി, സീ യു ആഫ്റ്റർ 2 weeks എന്ന് പറയുന്നത്. അപ്പം സർജറി സാബു വർഗീസ് ആണ് പറയുന്നത്. അപ്പം സർജറി ഒക്കെ ശങ്കരത്തിൽ ആണോ, USA സാബുചേട്ടനാണോ? അപ്പോൾ എന്തായാലും സർജറി ഒക്കെ നന്നായി നടക്കട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് വാർത്തയിലേക്ക് പോയാലോ. മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ കണ്ട കേരള എസ്റ്റേറ്റിൽ കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പിന്റെ നീക്കം. പ്രദേശത്ത് 2 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും കൂട് സ്ഥാപിക്കുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക. പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായി TFO വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കുറച്ചു കാലമായി പ്രദേശത്ത് വന്നുപോകുന്ന കടുവ എന്നതാണ് പ്രാഥമിക നിഗമനം. ഇന്നലെ ഉച്ചയോടെയാണ് വനംവകുപ്പ് RRT സംഘം കേരള എസ്റ്റേറ്റ് C1 ബ്ലോക്കിൽ കടുവയെ കണ്ടത്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അന്താരാഷ്ട്ര വാർത്തയാണ്, പക്ഷേ അത് കേരളവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടിയാണ്. ജോർദാനിൽ വെടിയേറ്റ് മരിച്ച മലയാളി തോമസ് ഗബ്രിയേലിന്റെ മൃതദേഹം ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. രാവിലെ 10 മണിയോടെ തുമ്പയിൽ സംസ്കാരം നടക്കും. ജോർദാൻ വഴി അനധികൃതമായി ഇസ്രയേലിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു തോമസ് ഗബ്രിയേൽ വെടിയേറ്റ് മരിച്ചത്. ഫെബ്രുവരി 10 തോമസ് വെടിയേറ്റ് മരിച്ചതെന്നാണ് വിവരം. ജോലി തട്ടിപ്പിന്റെ ഇരയായാണ് തോമസ് ജോർദാനിലേക്ക് എത്തിയത്. തോമസിനൊപ്പം വെടിയേറ്റ എഡിസൺ ചാൾസ് നേരത്തെ നാട്ടിലെത്തിയിരുന്നു. അപ്പോൾ സഭയിൽ എന്താണ് സംഭവിക്കുന്നത്, നിയമസഭയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമ്മൾ അല്പം മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞു. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോയാൽ പാർലമെന്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുകൂടി നോക്കാം. അതെ, എന്തായാലും പാർലമെന്റും ഇന്ന് പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കാരണം അതിന് മാത്രമുള്ള ആയുധങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ. ആ ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വോട്ടർ പട്ടിക, വ്യാജ തിരിച്ചറിയൽ കാർഡ്, ദേശീയ വിദ്യാഭ്യാസ നയം,
മണിപ്പൂർ സംഘർഷം, മണ്ഡല പുനർനിർണയം ഈ വിഷയങ്ങളിലാണ് ഇന്ന് പ്രതിപക്ഷം ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. കേന്ദ്ര സർക്കാരിനെതിരായ വിഷയങ്ങളിൽ ഒറ്റക്കെട്ടായി നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിലെ ധാരണ. രാജ്യത്തേക്ക് പ്രവേശിക്കുകയും പുറത്തേക്ക് പോവുകയും ചെയ്യുന്നവർക്കുള്ള നിയമങ്ങൾ കർക്കശമാക്കുന്നതിനായുള്ള ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വിദേശികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ് ബിൽ. കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച മണിപ്പൂർ ബജറ്റ് ഇന്ന് സഭയിൽ ചർച്ച ചെയ്ത് പാസാക്കും. ചർച്ചയിൽ പങ്കെടുത്ത മണിപ്പൂരിൽ റോഡുകൾ തുറന്നതിന് പിന്നാലെ വീണ്ടും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. റെയിൽവേ ഭേദഗതി ബിൽ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പാസാക്കിയതും ലോക്സഭയെ അറിയിക്കും. ഇനി ഛത്തീസ്ഗഡിലേക്ക് പോയാൽ ഛത്തീസ്ഗഡ് മദ്യനയ അഴിമതിയിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പിടിമുറുക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപേഷ് ബാഗേലിന്റെ മകൻ ചൈതന്യ ബാഗേലിന് ED നോട്ടീസ് നൽകി. ഇന്ന് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ്. കേസിൽ ED ഇന്നലെ ചൈതന്യ ബാഗേലിന്റെ വസതിയിലും ഓഫീസിലുമായി പരിശോധന നടത്തിയിരുന്നു. റെയ്ഡിൽ 30 ലക്ഷത്തോളം രൂപ കണ്ടെടുത്തതായി വിവരമുണ്ട്. ചൈതന്യ ബാഗേലിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് EDയുടെ നീക്കം. കേസിൽ 2100 കോടിയുടെ കള്ളപ്പണ ഇടപാട് നടന്നതായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത്. 2100 കോടി രൂപ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത് ക്രിസ്റ്റീന. നമ്മളെപ്പോഴും ഈ അഴിമതിയുടെ കഥകൾ കേൾക്കുമ്പോഴേ എത്രയെത്ര കോടികളാണ്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വേണ്ട രീതിയിലൊക്കെ ഉപയോഗിക്കാനായിരുന്നെങ്കിൽ ഇതെല്ലാം ചിലരുടെ മാത്രം പോക്കറ്റിലേക്കാണല്ലോ പോകുന്നത്. കേരളത്തിൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ധനമന്ത്രി രൂക്ഷമായ ധനപ്രതിസന്ധി എന്ന് പറയുമ്പോൾ ബജറ്റിൽ അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ ഇത്തരത്തിൽ കുറച്ച് പൈസ കിട്ടിയിരുന്നെങ്കിൽ, അപ്പോൾ ഓരോരുത്തടത്തും നടക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതികളൊക്കെ അതത് സംസ്ഥാനങ്ങൾക്ക് അവരുടെ ജനക്ഷേമ പദ്ധതികൾക്ക് ഉപയോഗിക്കാനായാൽ നന്നായിരുന്നു. നമ്മുടെ ജയൻ നായർ പറയും, നമ്മൾ മറ്റുള്ളവരുടെ വിവരം അറിയാം, പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഒരു ഹരമാണ്, എൻ്റെ 2 കാലൊടിഞ്ഞാലും കുഴപ്പമില്ല, അടുത്തുള്ളവൻ്റെ 1 കാലൊടിഞ്ഞാൽ ആഹാ, സ്വന്തം കണ്ണിലെ കോല് കാണില്ല, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് കാണും എന്ന് സീന മുഹമ്മദ് പറയുന്നു. ഫൈസൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ആഷാവി സിംഗപ്പൂരിൽ നിന്ന് ചേച്ചി ആരിഫ് ചോദിക്കുന്നുണ്ട്, സ്ത്രീകൾക്കായി നിലകൊള്ളുന്ന സർക്കാർ എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ആശാവർക്കർമാരെ കണ്ടതായി നടിക്കുന്നില്ല? പ്രശ്നം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ സാധിക്കാത്തത് സർക്കാരിന്റെ സമരത്തോടുള്ള അവഗണന തന്നെയാണ് എന്നാണ് ആരിഫിന്റെ ഒരു അഭിപ്രായം. നമ്മുടെ മിൻഹാസ് മിന്ന പറയുന്നു, ഞാൻ നടത്തിയ പരാമർശം ആ ത്വര മനുഷ്യ സഹജമല്ല, മലയാളികൾ കാണുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ്, പാശ്ചാത്യരൊന്നും അടുത്തുള്ളവരെ നോക്കാറില്ല എന്ന്. ഞാൻ ഈ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞ് രാവിലെ തന്നെ എയറിലാവണ്ടെന്ന് വെച്ചിട്ടാണ് മനുഷ്യ സഹജം. മലയാളികൾ മനുഷ്യനാണല്ലോ. അങ്ങനെ മലയാളികൾ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഇത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പം നമുക്കിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാലോ ക്രിസ്റ്റീന? നമ്മുടെ സലീം മാലിക് അവിടെ റെഡിയായി നിൽപ്പുണ്ട്. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസിൽ നിർണായക തെളിവെടുപ്പ് ഇന്ന്. വെഞ്ഞാറമൂട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് ഇന്നു മുതൽ തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫ്, ഭാര്യ ഷാജിദ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ ആദ്യം തെളിവെടുപ്പ് നടത്തി. വിവരങ്ങളുമായി സലിം മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സലിം, ഗുഡ് മോർണിംഗ്. അപ്പം അഫാനെ ഇന്ന് ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും തെളിവെടുപ്പിനായി എത്തിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ക്രിസ്റ്റീന, പ്രവിത, വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ 2ാം ഘട്ട തെളിവെടുപ്പാണ് ഇന്ന് ആരംഭിക്കുന്നത്. ആദ്യഘട്ടം അത് പാങ്ങോട് പോലീസിന്റെ തെളിവെടുപ്പായിരുന്നു. ആ തെളിവെടുപ്പ് പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. അതിൽ ചില നിർണായകമായ സൂചനകൾ തുടക്കത്തിലുണ്ടായിരുന്നതിനപ്പുറത്തേക്ക് കടന്നുള്ള വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം ആദ്യഘട്ടത്തിൽ സ്നേഹം കൊണ്ടാണ് ഈ കാമുകിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയത് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതിന് പിന്നാലെ അത് സ്നേഹമായിരുന്നില്ല, പകയായിരുന്നു തനിക്കുണ്ടായിരുന്നത്. ഈ കടം തന്ന തുക അത് സ്വർണം ഉൾപ്പെടെ തിരികെ ചോദിച്ചതിന്റെ പകയായിരുന്നു എന്നൊക്കെ വെളിപ്പെടുത്തിയതാണ്. അത്തരത്തിലുള്ള നിർണായക വിവരങ്ങൾ കിട്ടിയത് തെളിവെടുപ്പിനിടെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ തെളിവെടുപ്പും നിർണായകമാണ്. കാരണം പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഒരു കൊലപാതക കേസ് മാത്രമായിരുന്നു. അഫാന്റെ പിതൃമാതാവിന്റെ കൊലപാതകം മാത്രമായിരുന്നു പാങ്ങോട് പോലീസിന്റെ പരിധിയിലുണ്ടായിരുന്നത്. അതേസമയം വെഞ്ഞാറമൂട് പോലീസിന് അന്വേഷിക്കാൻ മറ്റ് 4 കൊലപാതകങ്ങളുമുണ്ട്. അതിൽ തന്നെ ഇന്ന് ആദ്യം അന്വേഷിക്കുക ചുള്ളാളത്തെ വീട്ടിൽ വെച്ചുണ്ടായ അബ്ദുൽ ലത്തീഫിന്റെയും ഒപ്പം ഭാര്യ ഷാജിദയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അവിടെയാണ് ആദ്യം തെളിവെടുപ്പ് നടക്കുക. അതിനുശേഷം പിന്നീട് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ വീട്ടിൽ തന്നെ എത്തിച്ച് തെളിവെടുപ്പ് നടക്കും. മാത്രമല്ല അതിനുശേഷം മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ധനമിടപാട് നടത്തിയതുമായി ബന്ധപ്പെട്ട വെഞ്ഞാറമൂട്ടത്തെ സ്ഥാപനത്തിലേക്ക് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. കാരണം 3 ദിവസം മാത്രമാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി വേഗത്തിൽ ആ തെളിവെടുപ്പ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ ലക്ഷ്യം. മാത്രമല്ല കസ്റ്റഡിയിൽ അഫാൻ അധികം വെച്ചുകൊണ്ടിരിക്കുന്നതും അത്ര ഗുണമാവില്ല എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. അതിന് കാരണം കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ കിട്ടിയാലേ നിർണായകമായ വിവരങ്ങൾ അറിയാൻ കഴിയൂ എന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ പ്രതി അഫാൻ പല നിലയിലുള്ള പ്രശ്നങ്ങൾ
പ്രശ്നങ്ങൾ കസ്റ്റഡിയിലൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഫാനെ കൂടുതൽ സമയം കസ്റ്റഡിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗത്തിൽ തന്നെ ഈ തെളിവെടുപ്പ് പൂർത്തിയാക്കി മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി വീണ്ടും അഫാനെ ജയിലിലേക്ക് അയക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഈ കേസിൽ പാങ്ങോട് പോലീസും വെഞ്ഞാറമൂട് പോലീസും വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരു നീക്കം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പരമാവധി വേഗത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് പരമാവധി വേഗത്തിൽ ശിക്ഷ ഉറപ്പിക്കുക എന്നുള്ളതാണ് പോലീസിന്റെയും ലക്ഷ്യം. അതിനിടയിൽ അഫാന്റെ മാതാവ് ഷെമിയെ ICUവിൽ നിന്നും ഇന്നലെ രാത്രിയോടുകൂടി റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. റൂമിലേക്ക് മാറ്റി ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് റൂമിലേക്ക് മാറ്റിയത്. അതിനിടെ കുടുംബത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യവും ഷെമിയെ അറിയിച്ചിട്ടുണ്ട്. പ്രവിത, ക്രിസ്റ്റീന. ഷെമി എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെന്നാണ് സലിം മാലിക് പറഞ്ഞതെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇനി പോലീസിന്റെ അവസ്ഥ നോക്കിയാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഇയാളെ കസ്റ്റഡിയിൽ വെച്ചാലേ കൂടുതൽ വിവരം കിട്ടത്തുള്ളൂ. എന്നാൽ കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ അയാൾ കാണിക്കുന്ന ചില സ്വഭാവ വ്യതിയാനങ്ങളിൽ പോലീസിന് ആശങ്കയുണ്ട് താനും. അപ്പോൾ ഈ നമുക്ക് വളരെ പെട്ടെന്ന് മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഒരു അറിയിപ്പാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ജില്ലയുടെ പല ഭാഗത്തും ഇന്ന് കുടിവെള്ള വിതരണം ഭാഗികമായി മുടങ്ങും. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. നോർത്ത് പറവൂർ, പമ്പ് ഹൗസ്, വടക്കേക്കര, ഞാറക്കൽ, കുഴിപ്പള്ളി, പള്ളിപ്പുറം, നായരമ്പലം, എടവനക്കാട്, കരുമാലൂർ എന്നീ പഞ്ചായത്തുകളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. അപ്പോൾ ഈ പഞ്ചായത്തിലുള്ളവർ ശ്രദ്ധിക്കുമല്ലോ. നമ്മളെന്തായാലും ഇന്ന് ലോക പ്ലംബിംഗ് ദിനവുമായി ബന്ധപ്പെട്ട് ഈ വാർത്ത പ്രസക്തമാകുന്നു. എത്രത്തോളം അവർ നമ്മളുടെ ലൈഫിനെ സഹായിക്കുന്നു. അപ്പോൾ അവരുടെ സേവനമില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ വാർത്ത. സമയം 6:29 വളരെ പെട്ടെന്നൊരു ബ്രേക്ക് എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളും വർത്തമാനങ്ങളും.